വിജയമന്ത്ര മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സെറ്റ് മാത്തമാറ്റിക്സ് ജാനുവരി 2022 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ ഓൾജിബ്ര സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 3 2 5 -1 0 2 11 6 11 ഈസ് ഓപ്ഷൻസ് 0 1 2 3. അപ്പോൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. റാങ്ക് കാണുന്നത് എങ്ങനെയായിരുന്നു? തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ റോ റിഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റും. റോ റിഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ടെന്ന് നോക്കും. അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. അത് റോ റിഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റുമ്പോൾ അതിനകത്ത് എത്ര നോൺ സീറോ റോസ് പ്രസൻ്റ് ആണെന്ന് നോക്കും. അങ്ങനെയാണ് റാങ്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ്. 3 2 5 -1 0 2 11 6 11. ഓക്കെ, അപ്പോൾ അതിനെ ആദ്യം റോ ഓപ്പറേഷൻസ് കൊടുത്ത് നമുക്ക് റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റാം. ഞാൻ ആ മെട്രിക്സ് എ എഴുതാണ്. എ ഈക്വൽ ടു 3 2 5 -1 0 2 11 6 11. അതിനെ റോ ഓപ്പറേഷൻസ് കൊടുത്ത് എഴുതാണ്. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ എൻട്രി, അതായത് ഇവിടെ എന്താകണം? 1 ആവണം അല്ലേ? അപ്പോൾ ഇവിടെ 1 അല്ല, ഇപ്പോൾ 3 ആണ്. ഒന്നുകിൽ 3 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്ത് 1 ആക്കി മാറ്റുക, അതല്ലെങ്കിൽ നമുക്ക് റോ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു -1 ഉണ്ട് അല്ലേ? -1 വെച്ചിട്ട് ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് R1 ഇൻ്റർചേഞ്ച് ടു R2, R2 R1 കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 0 2 3 2 5 6 11. ഇനി നമുക്ക് 1 ആക്കണം. അപ്പോൾ ഫസ്റ്റ് റോയെ നമ്മൾ എന്തുകൊണ്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് R1 ഈസ് മൈനസ് ഓഫ് R1 എന്നുള്ള രീതിയിൽ എടുക്കാം. -1 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 0 -2 3 2 5 11 6 11 അങ്ങനെ എടുക്കാം. ഇനി എന്ത് ചെയ്യണം? 1-ന് താഴത്തേക്കുള്ള മെമ്പേഴ്സിനെല്ലാം 0 ആക്കണം. അപ്പോൾ ഈ 3 0 ആവണം, 11 0 ആവണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓപ്പറേഷൻ ഏതാണ്? R2 ഇംപ്ലൈസ് R2 - 3R1. ഓക്കെ, R2 - 3R1. അതുപോലെ തന്നെ R3 ഇംപ്ലൈസ് R3 - 11R1. ഓക്കെ, ഈ രണ്ട് ഓപ്പറേഷൻസ് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 1 0 -2. ഇവിടെ 3 ആണ്, 3 0 ആയി പൊക്കോളും. ബാക്കി 2 - 0, അതായത് 2 വരും. ദെൻ 5 - 3 × -2, അതായത് 5 + 6, ദാറ്റ് ഈസ് 11. ദെൻ R3യുടെ ഓപ്പറേഷൻസ് ഇവിടെ 0 വരും. R3 - 11R1 ആണ്. അപ്പോൾ R3 6 - 11 × 0, ദാറ്റ് ഈസ് 0. അപ്പോൾ 6 - 0 6 എന്ന് വരും. ദെൻ 11 - 11 × -2, അപ്പോൾ 11 + 22 എന്ന് വരും, അതായത് 33. ഓക്കെ, മെട്രിക്സ് 1 0 -2 0 2 11 0 6 33. ഓക്കെ, ഈ രണ്ട് റോയിൽ നോക്കിയാൽ ഇതിൻ്റെ മൾട്ടിപ്പിളാണിത് അല്ലേ? 3 ടൈംസ് ആണിത്. അപ്പോൾ നമ്മൾ ഈ തേർഡ് റോയെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ R3 ഇംപ്ലൈസ് R3/3. 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ രണ്ട് റോയും നമുക്ക് സെയിം ആയിട്ട് വരും. 1 0 -2 0 2 11. ഇതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 2 11 തന്നെ കിട്ടി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞതാണ്. ഒന്നുകിൽ മൾട്ടിപ്പിൾ ആയിട്ട് വരികയോ അതല്ലെങ്കിൽ സെയിം റോ റിപ്പീറ്റ് ചെയ്ത് വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന് അടുത്ത സ്റ്റെപ്പിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ റാങ്ക് 2 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ റോ ഓപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു റോ നമുക്ക് 0 ആക്കി, ഇപ്പോൾ R3 എന്നുള്ളത് R3 - R2 ആണ് കൊടുക്കണമെങ്കിൽ ഒരു റോ നമുക്ക് ഈ തേർഡ് റോ എന്നുള്ളത് 0 ആക്കി മാറ്റി എഴുതാം. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ കൂടെ കൊടുത്താൽ എക്സാമിന് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് റാങ്ക് 2 എന്ന് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ പ്രോബ്ലം മുഴുവനായിട്ട് ചെയ്യുവാണെങ്കിൽ R3 ഇംപ്ലൈസ് R3 - R2 കൊടുക്കാം. R2 കൊടുക്കുമ്പോൾ 1 0 -2 0 2 11. ഇവിടെ എന്ത് വരും? 0 0 0 എന്ന് വരും. അപ്പോൾ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എന്ന് പറഞ്ഞത് ഇതൊരു റോ ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞത്
2 ആയിരിക്കും. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? റാങ്ക് ഈക്വൽ ടു 2. റാങ്ക് ഈക്വൽ ടു 2 എന്ന ആൻസർ കിട്ടും. റാങ്ക് ഈക്വൽ ടു 2. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. റാങ്ക് ഈക്വൽ ടു 2. ഓക്കെ.